ഇലക്ഷൻ്റെ പല തെരഞ്ഞെടുപ്പിൻ്റെ ഇത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തലേദിവസം വന്ന് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് വെച്ച് പോയതല്ലേ. ഇതുവരെ ഒന്നും ചെയ്യാനില്ല, നടക്കണം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയാണ് അല്ലേ? എങ്ങനെ ഹൈവേ ആണോ? ഹൈവേ, നാഷണൽ ഹൈവേ. എത്രയാ? എന്നെ സംബന്ധിച്ച് ഞാൻ വോട്ട് ബഹിഷ്കരിക്കുക ഇപ്രാവശ്യം. ഈ റോഡ് വന്നാതെ വോട്ട് ചെയ്യുന്ന വിഷയമേ ഇല്ല എനിക്ക് കഞ്ഞി തരുന്നുണ്ടോ മറ്റേ പെൻഷൻ തരുന്നുണ്ടോ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എനിക്ക് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. റോഡ് ആദ്യം നിന്നിട്ട് അതിന് ശേഷം വോട്ട്. പഞ്ചായത്ത് പറഞ്ഞ് നമ്മളെ മേഖല ആരും നോക്കണം. ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ഈ റോഡിനെ പറ്റി. അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാൻ ബന്ധപ്പെട്ടവർ. മൃഗങ്ങളുടെ ശല്യമൊക്കെ, മൃഗങ്ങളുടെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല, തെരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം. ഹലോ, നമ്മുടെ ഈ 18-ാം വാർഡിൽ വോട്ട് ചോദിച്ച് വരുന്നവരിൻ്റെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നമുക്ക് നമ്മുടെ റോഡ് നന്നാക്കി തരണം. ഇവർ മറ്റേ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ റോഡ് വന്നിട്ട് മറ്റേ JCB കൊണ്ടുവന്നിട്ട് ഒക്കെ നിരത്തിയിട്ടിട്ട് പോയി. എൻ്റെ മണൽ, എൻ്റെ മെറ്റൽ എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് ശേഷം ഇവിടെ എന്തുണ്ടായി ഇവിടെ? അപ്പോൾ ഞാൻ പറയണത്, ഇപ്പോൾ ഈ 18-ാം വാർഡിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പില്ലി ജയിച്ച് പോയിട്ട് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പില്ലി മറ്റേ കേരള കോൺഗ്രസിൻ്റെ ഒരു ആളാണ് മറ്റല്ല ഇവിടെ ജയിച്ച് പോയിരിക്കുന്നത്, ആണോ? അപ്പോൾ പില്ലിയല്ലേ ഇത് നോക്കേണ്ട കാര്യം. നമ്മുടെ 18-ാം വാർഡിൻ്റെ മറ്റേ വാൽക്കുളമെന്നില്ല, മറ്റേ AT തോമസിൻ്റെ മറ്റേ ഔസോപ്പൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ്, പനംകുറ്റി വരെയുള്ള റോഡ് ആരാ നേരാക്കേണ്ടത്? ഇപ്പം ഇവർ ചോദിക്കുമ്പോൾ ഇവരെന്താ പറയണത്? ഇത് മറ്റേ നാഷണൽ ഹൈവേ ആണ്, മറ്റേ മലയോര ഹൈവേ ആണ്, ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തേക്ക് മറ്റേ ഇത് നേരാക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ റോഡ് ആര് നേരാക്കണോ? എന്തായാലും ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയാണ്ട് മറ്റേ ഈ റോഡ് നേരാക്കില്ലല്ലോ. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ മുമ്പ് ഈ റോഡ് നേരാക്കിയാൽ ഏറ്റവും നല്ലതാണ്. അത് മറ്റേ ഇലക്ഷൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ റോഡ്, പനംകുറ്റി റോഡ്, വാൽക്കുളമ്പെന്ന് പനംകുറ്റി വരെ റോഡ് നന്നാക്കണം. അത് ഏത് പാർട്ടി ജയിച്ചാലും വരി, ജയിച്ചില്ലെങ്കിലും മതി, നമുക്ക് ആ റോഡാണ് വേണ്ടത്. അത്യാവശ്യം റോഡാണ് നമുക്ക്. ഇത് മറ്റേ AT തോമസ് മറ്റേ ഔസോപ്പിൻ്റെ അവിടെ നിന്നിട്ട് പനംകുറ്റി വരെ എന്താണ് ഈ റോഡ് വരെ എന്താ കാണിച്ചിരിക്കുന്നത്? ആരാണ് നന്നാക്കേണ്ടത്? ഞങ്ങൾ നന്നാക്കണോ? ഈ പൊതുജനങ്ങൾ നന്നാക്കണോ? നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 18-ാം വാർഡ് ഭരിച്ച പഞ്ചായത്ത്, ഈ 18-ാം വാർഡ് ആരാ ഭരിച്ചിരിക്കുന്നത്? അവർ അതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കുക. നിങ്ങൾ വോട്ട് ചോദിച്ചോളി, ഞങ്ങൾ തേങ്ങ റെഡിയാണല്ലോ. നിങ്ങൾ മറ്റേ വികസനം പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുക. അതാണല്ലോ നമുക്ക് ആവശ്യം. നിങ്ങൾ വന്ന് വോട്ട് ചോദിക്കുന്നു, വോട്ട് നിങ്ങൾ തരും, ഞാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ എന്ത് വേണ്ട വോട്ട് ചെയ്യുക? ഈ റോഡ് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആദ്യം റോഡ് നേരാക്കി. നമ്മുടെ റോഡിനകത്ത് പറയുകയാണെങ്കിൽ ഈ കുണ്ടും കുളി നേട്ടം പറ, കുണ്ടും കുളിയൊക്കെ നികത്തിയിട്ട് ഒന്ന് നടുവൊടിയാണ്ട് വണ്ടി കൊണ്ട് പോകാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കാൻ പറ. അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ആശുപത്രി പോകേണ്ടി വരും. ഈ നടുവേദന വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. പിന്നെ രാത്രിയിൽ വന്ന് വീടുണ്ട്, കുണ്ടും കുളി അറിയുന്നുള്ള. ജോൺ ചേട്ടൻ പറഞ്ഞോളൂ. അല്ല ടാർ ചെയ്യുന്നത് എന്തിനാ ഈ സൈസ് അഭ്യാസം കാണിക്കുന്നത്? ഇവിടെ സാധാ ഒരു പെങ്കൊച്ചാണെങ്കിൽ ഒരു പെങ്കൊച്ചായാലും ആങ്കൊച്ചായാലും ശരിയാണ്. ഇവിടുന്ന് കൊണ്ടുവന്ന് അവിടെ നിന്ന് ചെല്ലുമ്പോൾ നടുവിൽ ഇടപാട് കൊടുക്കും. എൻ്റെ നാട്ടിലാണെങ്കിൽ ഒരു സ്ഥലത്ത് പഞ്ചായത്തിൽ ഒരു വീട്ടിലേക്കുള്ള റോഡ് വരെ കറക്റ്റാണ്. അതുകൊണ്ട് ഇവിടുത്തെ പോലെ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് ആ ATയുടെ വീട് എത്തും. എപ്പോഴും